ചരിത്രത്തിലാദ്യമായി അണികൾക്കിടയിൽ NSS നേതൃത്വത്തിന് സ്വാധീനം രൂപപ്പെടുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുതലാക്കാൻ സാധിക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് BJP. പരസ്യ പിന്തുണയില്ലെന്ന് അറിയിച്ചെങ്കിലും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ സുകുമാരൻ നായർ പുനരാലോചനയിലാണ്. എന്നാൽ നായർ വോട്ടുകൾ നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പിന്തുണ ഉറപ്പിക്കാൻ കിടഞ്ഞ് പരിശ്രമിക്കുകയുമാണ്. അതേസമയം NSS സ്വാധീനം അളക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് CPM. ശബരിമല വിഷയത്തിൽ സർക്കാരുമായി ഇടഞ്ഞ NSSനെ അനുനയിപ്പിക്കാനുള്ള വഴി കണ്ടെത്താൻ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. ഇടതുമുന്നണിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് NSSും ഉള്ളത്. NSSന് നായർ വോട്ടുകളിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് കണ്ടെത്തണം. നല്ല സ്വാധീനമുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിക്ക് അനുകൂലമാക്കാൻ എന്ത് തന്ത്രം സ്വീകരിക്കണം? ഓരോ പ്രദേശത്തും NSSന്റെ ഏതൊക്കെ നേതാക്കൾക്കാണ് സ്വാധീനം? ഇവരിൽ ആരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും? NSSന്റെ വനിതാ സമാജം നേതാക്കൾ ആരെയൊക്കെയാണ് സ്വാധീനിക്കാനാവുക? പ്രാദേശിക NSS നേതാക്കളെ സ്വാധീനിക്കുന്നതിലൂടെ ഇടതുമുന്നണിക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ തുടങ്ങിയവയാണ് അന്വേഷിക്കേണ്ടത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിവരങ്ങളാണ് എത്രയും വേഗം രഹസ്യാന്വേഷണ വിഭാഗം സമർപ്പിക്കേണ്ടത്. BJPയുമായി NSS അടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം. KC വേണുഗോപാൽ കോൺഗ്രസിന് സംഘടനാ ജനറൽ സെക്രട്ടറി ആയതോടെ UDFും പ്രതീക്ഷയിലാണ്. സുകുമാരൻ നായരുടെ അതിവിശ്വസ്തനായ വേണുഗോപാൽ NSS വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. BJPയോടും RSSനോടും NSS നേതൃത്വത്തിന് ഒരു അകലം എക്കാലത്തും ഉണ്ടായിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി ബന്ധങ്ങളിൽ മാറ്റം വരുത്തി. വിധിക്കെതിരെ നാമജപ ഘോഷയാത്രയുമായി NSS തെരുവിലിറങ്ങിയപ്പോൾ അതിലെ സുവർണാവസരം BJP പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള കണ്ടു. പരിവാറുകാരുടെ പ്രതിഷേധത്തിനും NSSകാരെത്തി. അയ്യപ്പ ജ്യോതിയിലും അയ്യപ്പ സംഗമത്തിലും ആയിരങ്ങളെയാണ് NSS എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NSS സഹായം BJPയും പരിവാറുകാരും പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭയിൽ ജയിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇവിടെ ജയം നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണ് NSS. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കി NSS വോട്ടുകൾ അനുകൂലമാക്കാനാണ് BJPയുടെ ശ്രമം. ശബരിമല സമരനായകൻ എന്ന മിസോറാം ഗവർണറുടെ പ്രതിച്ഛായയാകും BJP ഇതിനായി ഉപയോഗിക്കുക. ലക്ഷ്യം NSS വോട്ടുകളാണ്. പക്ഷേ സുകുമാരൻ നായർ കുമ്മനത്തെ അനുകൂലിച്ച് എത്തേണ്ടതുണ്ട്. ഇത് അത്ര എളുപ്പമാകില്ലെന്ന് BJPക്കും അറിയാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശശി തരൂർ BJPയുടെ മനക്കോട്ട തിരുവനന്തപുരത്ത് തകർത്തുടച്ചു കളഞ്ഞു. 3,26,725 വോട്ട് നേടിയ തരൂർ 1 ലക്ഷം വോട്ടിനാണ് CPI നേതാവ് P രാമചന്ദ്രൻ നായരെ തോൽപ്പിച്ചത്. BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് 84,084 വോട്ടുമായി 3ാം സ്ഥാനത്തുമെത്തി. 2014 ശശി തരൂരിന്റെ ഭൂരിപക്ഷം 17,000 വോട്ടായി കുറഞ്ഞു. BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. CPIയിലെ ഡോക്ടർ ബെനറ്റ് എബ്രഹാം 3ാം സ്ഥാനത്തും. തരൂരിന് 2,97,806 വോട്ടും രാജഗോപാലിന് 2,82,336 വോട്ടും ബെനറ്റ് എബ്രഹാമിന് 2,48,941 വോട്ടുകളുമാണ് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ നേമത്ത് നിന്ന് വിജയിക്കുകയും ചെയ്തു. BJPക്ക് വലിയ വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. 2014 15,000 എന്ന ഭൂരിപക്ഷം മറികടക്കാൻ NSSന്റെ പിന്തുണ നിർണായകമാകും. സുകുമാരൻ നായർ മനസ്സ് വച്ചാൽ വിജയിക്കാമെന്ന് തന്നെയാണ് BJPയുടെയും പ്രതീക്ഷ. പെരുന്നയിൽ നിന്നുള്ള രാഷ്ട്രീയ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് BJPക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ്. പൊതുവായ ഒരു രാഷ്ട്രീയ പിന്തുണ തരാനാകില്ലെന്ന് NSS നേതൃത്വം BJPയോട് പറയും. പകരം 1-2 സീറ്റുകൾ നിർദ്ദേശിക്കാൻ NSS ആവശ്യപ്പെടും. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി NSS ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റു മണ്ഡലങ്ങളിൽ ശബരിമല വിശ്വാസികളെ ഹനിച്ച പിണറായി സർക്കാരിനെതിരെയും പ്രയോഗിക്കും. അതായത് തിരുവനന്തപുരത്ത് BJP NSS പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൃത്യമായ ലക്ഷ്യം വെച്ച് 1-2 മണ്ഡലത്തിൽ BJPക്ക് കൃത്യമായ പിന്തുണ കൊടുത്താൽ ഒന്നിലെങ്കിലും ഫലം കാണാമെന്നാണ് മനക്കണക്ക്. ഒരു സീറ്റിലെങ്കിലും BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ മുഴുവൻ ക്രെഡിറ്റും NSSന് കിട്ടുകയും ചെയ്യും. ഇതിനാണ് നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.